ഹരിയാന സർക്കാർ വെള്ളം വിട്ടു നൽകാത്തതിനെതിരെ ഡൽഹി മന്ത്രി അതിഷി നടത്തിവന്ന നിരാഹാര സമരം അവസാനിപ്പിച്ചു. ആരോഗ്യസ്ഥിതി മോശമായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതിനെ തുടർന്നാണ് സമരം അവസാനിപ്പിച്ചത്. നിതിൻ അംബുജൻ ഡൽഹിയിൽ നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. നിതിൻ, എന്താണ് ആപ്പിന്റെ തുടർന്നുള്ള നീക്കം? വേണു, 5 ദിവസം നീണ്ടുനിന്ന നിരാഹാര സമരമാണ് ഇന്നിപ്പോൾ അവസാനിപ്പിച്ചത്. നിലവിൽ ഇപ്പോൾ ആം ആദ്മി പാർട്ടി തീരുമാനിച്ചത് പാർലമെന്റ് അകത്ത് ഈ വിഷയം സജീവമായി തന്നെ നിലനിർത്താനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. 5 ദിവസമാണ് ജലവിഭവ മന്ത്രി അതിഷി ഡൽഹിയിൽ നിരാഹാര സമരം നടത്തിയത്. ഇന്ന് രാവിലെ അതിഷിയെ LNJP ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിച്ചു. നിലവിൽ ഇപ്പോൾ അതിഷിയുടെ ആരോഗ്യനില അത് മോശമായി തന്നെ തുടരുന്നു. തീവ്രപരിചരണ വിഭാഗത്തിൽ തന്നെയാണ് ഇപ്പോഴും തുടരുന്നത്. ഷുഗർ ലെവൽ അത് അപകടകരമായ നിലയിൽ താഴ്ന്നിരിക്കുന്നു എന്നാണ് ഇപ്പോൾ സഞ്ജയ് സിംഗ് MP മാധ്യമങ്ങളോട് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ ഒരു നിരാഹാര സമരം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചത്. ഇന്നലെ ഡോക്ടേഴ്സ് ഇതുമായി ബന്ധപ്പെട്ട ചില നിർദ്ദേശങ്ങൾ മന്ത്രി അതിഷിക്ക് നൽകിയിരുന്നു. ഇപ്പോൾ ആരോഗ്യസ്ഥിതി മോശമാവുന്നുണ്ട്, അതുകൊണ്ട് തന്നെ സമരം അവസാനിപ്പിക്കണം എന്നൊരു ആവശ്യം ഡോക്ടർമാരും ഉന്നയിച്ചിരുന്നു. എന്തായാലും ഇപ്പോൾ ഈ തീരുമാനം ആം ആദ്മി പാർട്ടി സ്വീകരിച്ചിട്ടുണ്ട്. അതേസമയം തന്നെ വിഷയം അത് പാർലമെന്റിൽ ഉന്നയിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലടക്കം ഹരിയാന സർക്കാരിനോട് നിരന്തരം ആം ആദ്മി പാർട്ടി അഭ്യർത്ഥിച്ചിരുന്നു ജലം വിട്ടു നൽകണമെന്ന്. പക്ഷേ അതിന് തയ്യാറാകാത്ത നിലപാടാണ് മന്ത്രിയുടെ ഭാഗത്ത് ഹരിയാന സർക്കാരിന്റെ ഭാഗത്തും ഉണ്ടായത്. ഈ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് പിന്നീട് തെരുവിലേക്ക് സമരം പോകുന്നൊരു സ്ഥിതി ഉണ്ടായത്. പക്ഷേ ഇപ്പോഴും ആ നിലയിൽ നിന്നും ഒരു മാറ്റവും ഹരിയാന സർക്കാർ സ്വീകരിക്കുന്നില്ല. ലഫ്റ്റനന്റ് ഗവർണർക്കടക്കം കത്ത് നൽകിയിട്ടും ഒരു മാറ്റം ഇപ്പോൾ ഹരിയാന സർക്കാരിന്റെ ഭാഗത്തും ഉണ്ടാകുന്നില്ല എന്നൊരു ആരോപണമാണ് ആം ആദ്മി പാർട്ടി ഉന്നയിച്ചത്. അങ്ങനെ സമരം ശക്തമായി മുന്നോട്ട് പോകാൻ തീരുമാനിക്കുന്നതിനിടയിലാണ് ഇന്ന് രാവിലെ മന്ത്രി അതിഷി LNJP ആശുപത്രിയിലേക്ക് മാറ്റിയത്. പിന്നാലെ ആരോഗ്യസ്ഥിതി മോശമായി തുടർന്ന് ഇപ്പോൾ സമരം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചു. പക്ഷേ ഈ വിഷയം പാർലമെന്റിൽ സജീവമായി തന്നെ പ്രതിപക്ഷ പാർട്ടികളുടെ പിന്തുണയോട് തന്നെ സജീവമായി നിലനിർത്താനാണ് ഇപ്പോൾ ആം ആദ്മി പാർട്ടിയുടെ തീരുമാനം. ശരി, നിതിൻ അംബുജനാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകുന്നത്.